ഇരിക്കൂ. അങ്ങ് തന്നെ. ഏയ്, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഒരുപാട് തവണ ഇവരോട് പറഞ്ഞിട്ടുള്ളതാ. കേട്ട് കേട്ട് ഇവർക്ക് മടുത്തു, പറഞ്ഞു പറഞ്ഞ് എനിക്കും. ഇനി നിങ്ങൾക്ക് കേൾക്കാനുള്ളതൊക്കെ പറയുന്നത് ഗോപാലകൃഷ്ണനായിരിക്കും. ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത്. എക്സ്ക്യൂസ് മീ സർ, വിത്ത് യുവർ പെർമിഷൻ. യെസ്. സാർ ഒരു അല്പം കൂടെ ഉറക്കെ സംസാരിച്ചിരുന്നെങ്കിൽ. ആ, ശബ്ദം എന്റേതുപോലെ അത്ര ഗംഭീരമല്ലെങ്കിലും പറയാനുള്ളത് അല്പം കടുപ്പത്തിലാകുമോ എന്ന് സംശയമുണ്ട്. യു ക്യാരി ഓൺ. കഴിവും ഭരണപാഠവുമുള്ള ഒരുപാട് പേർ എനിക്ക് മുമ്പ് ഈ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. അവരോടൊപ്പം നിങ്ങളിലേറെ പേരും പ്രവർത്തിച്ചിട്ടുമുണ്ട്. അവർക്കുണ്ടായിരുന്ന മേന്മകളോ തലയെടുപ്പോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരാളാണ് ഞാൻ. അവിടെ കേൾക്കാമോ ആവോ? BA-ക്ക് സിലബസിലുണ്ടായിരുന്ന പൊളിറ്റിക്സ് ടെക്സ്റ്റുകളിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ടി കാണാതെ പഠിച്ച കാലഹരണപ്പെട്ട രാഷ്ട്രീയ തത്വങ്ങൾ കുറച്ച് മനസ്സിലുണ്ട്. പിന്നെ പത്രവിൽപ്പനക്കാരൻ എന്ന നിലയിൽ മതിലിനപ്പുറത്തും ഇപ്പുറത്തും നിന്നുള്ള എളിയ പൊതുജന സമ്പർക്കം, ദരിദ്രമായ ചുറ്റുപാടുകളുള്ള ഒരു ചേരിയിലെ സാധാരണക്കാരുമായി അവരുടെ നിത്യജീവിത പ്രശ്നങ്ങളുമായുള്ള മുഖപരിചയം, ഇത്രയൊക്കെയാണ് എന്റെ പരിമിതമായ ക്രെഡൻഷ്യൽസ്. നിങ്ങൾക്ക് ബോറാവുന്നുണ്ടാവും. എനിക്ക് പറയാനുള്ളത് എന്നെക്കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ചാണ്. ആരെയും വ്യക്തിപരമായി നോവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പോലീസിനെ കുറിച്ച് കേവലം ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാട് മാത്രമാണ് ഇപ്പോഴും എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിലെ ഉന്നതന്മാർക്ക് മുമ്പിൽ തന്റേടമായി മനസ്സ് തുറക്കാൻ അവസരം കിട്ടിയ ഒരു സാധാരണക്കാരനായാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞ കുട്ടിയെ പോലെ. ഒരു ഭരണകൂടത്തെ അധികാരത്തിലേറ്റാൻ ജനസമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ വേണം. എന്നാൽ ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഒരു ഭരണകൂടത്തിന്റെ മാനം കെടുത്താൻ, അതിനെ വലിച്ച് താഴെ ഇറക്കാൻ ഒരു പിടി പോലീസുകാരുടെ തോന്നിയാസം മതിയാവും എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കാതിരിക്കാം, പക്ഷെ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടുത്തുന്നു. അറപ്പും ഭീതിയും അവിശ്വാസവും നിറഞ്ഞ കണ്ണുകളിലൂടെ ജനം നിങ്ങളെ നോക്കിക്കാണുന്നു. രാഷ്ട്രീയക്കാർക്ക് അതിൽ പങ്കുണ്ടാവാം, എങ്കിലും ഒരു വലിയ പരിധിവരെ നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ. നിങ്ങൾ ജനങ്ങളെ പീഡിപ്പിക്കുന്നു, അവരുടെ മേൽ കുതിര കയറുന്നു. സൈക്കിളിൽ ഓവർലോഡ് പോകുന്ന സാധാരണക്കാരനെ ട്രാഫിക് നിയമലംഘനത്തിന്റെ പേരിൽ പിടിച്ചിറക്കി നിങ്ങൾ കൂമ്പിനിടിക്കുന്നു, അവന്റെ വാൽ ട്യൂബ് ഊരുന്നു. എനിക്ക് അനുഭവമുണ്ട്. എന്നിട്ട് അതേ നിങ്ങൾ തന്നെ എല്ലാ ട്രാഫിക് നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ റോഡുകളിൽ ഓവർ സ്പീഡിൽ പായുന്ന മന്ത്രി വാഹനങ്ങൾക്ക് പൈലറ്റും എസ്കട്ടും നൽകി നിയമലംഘനത്തിന് കുടപിടിക്കുന്നു. മന്ത്രിയുടെ വണ്ടി മീൻകാരന്റെ സൈക്കിളിൽ മുട്ടിയാൽ മീൻകാരനെയും സൈക്കിളിനെയും പ്രതിയാക്കി നിങ്ങൾ കേസെടുക്കുന്നു. നിയമത്തെ നിങ്ങൾ തലകീഴായി മറിക്കുന്നു. നിയമം ലംഘിക്കുന്ന മന്ത്രിമാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അതിന് നിങ്ങൾക്ക് അധികാരമില്ലായിരിക്കാം. പക്ഷെ പാവം സൈക്കിളുകാരന്റെ നേർക്കൊന്ന് കണ്ണടച്ചുകൂടെ? ഓട്ടോറിക്ഷക്കാരനെ ഒന്ന് വെറുതെ വിട്ടൂടെ? വിടണം, വിട്ടേ തീരും. മുച്ചീട്ട് കളിക്കാരനെ പിടിച്ച് മുണ്ടുരിഞ്ഞ് ലോക്കപ്പിൽ നിർത്തിക്കോളൂ, എനിക്ക് പരാതിയില്ല. പക്ഷെ നിശാ ക്ലബ്ബുകളിൽ പുലരും വരെ ഇരുന്ന് 10,000-ങ്ങൾക്ക് തായം പറഞ്ഞ് ചീട്ട് കളിക്കുന്ന വമ്പന്മാരായ രാക്കോഴികളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആരും ഉണ്ടാവുകയും അരുത്. കൈക്കൂലി വാങ്ങിക്കുന്നവർ കൂട്ടത്തിലുണ്ട് എന്ന് എനിക്കറിയാം. ഞാനായിട്ട് അത് അവസാനിപ്പിക്കാമെന്ന മൂഢവിശ്വാസമില്ല. വാങ്ങിച്ചേ തീരൂ എന്നുള്ളവരെ തടയാനും സംവിധാനമില്ല. പക്ഷെ ഒന്നുകിൽ പ്രതിയോട് അല്ലെങ്കിൽ വാദിയോട് ദയവ് ചെയ്ത് രണ്ടു കൂട്ടരോടും കിമ്പളം കൈപ്പറ്റുന്ന രീതി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അടിക്കുപ്പായത്തിന്റെ ചരടിൽ പ്രതികളെ കെട്ടിത്തൂക്കി ആറ് നിൽക്കാൻ ഇടം പോരാത്ത ലോക്കപ്പിൽ ക്രൂരമായി വധശിക്ഷ നടപ്പിലാക്കുന്ന ആരാച്ചാർമാരുമുണ്ട് നമുക്കിടയിൽ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ലോക്കപ്പിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള അവകാശം പോലീസുകാർക്ക് എഴുതി വച്ചിട്ടില്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അടച്ചാക്ഷേപിക്കുകയല്ല ഞാൻ, ആർക്കെങ്കിലുമൊക്കെ മുഖം കുനിക്കേണ്ടി വരും. അതറിയാവുന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വേണ്ട, സഹായത്തിനാണെങ്കിൽ ആരും മുഖ്യമന്ത്രിയെ നോക്കണ്ട. പോലീസുകാരോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവുമുണ്ട്, സമ്മതിച്ചു. നിങ്ങളിൽ ചിലരെങ്കിലും അത് ഒരുപാട് മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയില്ല. നിങ്ങൾ അതിരുവിട്ട് സ്നേഹിക്കുന്ന പതിവ് അദ്ദേഹം മതിയാക്കി. പുറമേക്ക് അദ്ദേഹത്തിന്റെ മുഖത്തൊരു ഇഷ്ടക്കേടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ തെറ്റി. എനിക്കറിയാം ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം എന്നോട് യോജിക്കുന്നുവെന്ന്. കാരണം ആത്യന്തികമായി അദ്ദേഹം ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ മാത്രം നേതാവാണ്. ആരും ഞെട്ടണമെന്നില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി ആരും ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഞെട്ടൽ. ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഉണ്ണുന്ന ചോറ് സർക്കാരിന്റെ ടാക്സ് വെട്ടിക്കുന്ന കുബേരന്മാരുടേതല്ല, ഉപ്പിനും സേഫ്റ്റി പിന്നിനും വരെ കരം കൊടുക്കുന്ന കുചേലന്മാരുടേതാണ്. സാധാരണക്കാരന്റെ ചോറ്. അവന്റെ അന്നം തിന്നിട്ട് അവനെ കട്ടുമുടിക്കാനും ഇടിച്ച് നട്ടല്ലൊടിക്കാനും ഒരു പോലീസുകാരനും തയ്യാറാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ പോലീസ് ജനങ്ങളെ തല്ലുന്നതിന് പകരം ജനങ്ങൾ പോലീസിനെ തല്ലുന്ന ഒരു കാലം വരും. അതിനിട വരാതിരിക്കട്ടെ. ജയ് ഹിന്ദ്.
യെസ്, തിരക്കിലാണ്. ബട്ട് യു ക്യാൻ കം. ആ, ഇരിക്കൂ. സാർ, ഗുരുതരമായൊരു പ്രോട്ടോകോൾ ലംഘനം നടത്താനാണ് ഞാൻ വന്നത്. എന്തേ? എന്നെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞോ ഐ ജിമാരാരെങ്കിലും? നോ സർ, ഇഫ് യു പെർമിറ്റ് മീ, എനിക്ക് അങ്ങേ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. യു ഹാവ് റിയൽ ഗട്ട്സ് സർ, റിയൽ ട്രമൻഡസ് ഗട്ട്സ്. ആഭ്യന്തരമന്ത്രിയോട് സേവ പറയാൻ വന്ന ഒരു ഓഫീസറായി കാണില്ലെന്നറിയാം. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്വാതന്ത്ര്യം, ഇങ്ങനൊരു ധൈര്യം ഞാൻ കാണിക്കുന്നത്. മുസൂറിയിലെ ട്രെയിനിങ്ങിനിടയിൽ ജീവിതം അറിഞ്ഞ അപൂർവം ഗുരുക്കന്മാരിൽ ഒരാൾ പറഞ്ഞത് ഓർമ്മയുണ്ട്, 1000 സല്യൂട്ടിന് നൽകാൻ കഴിയാത്തതെല്ലാം ഒരു ഹസ്തദാനത്തിലുണ്ടെന്ന്. ഇപ്പോഴെനിക്ക് ബോധ്യമാവുന്നു, ഒരു ഷെയ്ക്ക് ഹാൻഡിലൂടെ പ്രകടിപ്പിക്കാവുന്നതിലും അപ്പുറം ഒരുപാട് അഭിനന്ദനങ്ങൾ മനസ്സിൽ ഇനിയും ബാക്കിയുണ്ടെന്ന്. ചട്ടങ്ങൾ ലംഘിക്കുന്നതിന് മാപ്പ്. യു ആർ സ്പ്ലെൻഡിഡ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. റൈറ്റ്. സാർ, അർജന്റാണെന്ന് പറഞ്ഞു. ആര്? ഹോം മിനിസ്റ്റർ. He is an upstart. This is nothing but that all is an aberration. വന്ന് കേറിയില്ല, കസേരയിൽ ഇരുന്നിട്ട് 2 ആഴ്ച തികഞ്ഞില്ല, അതിനു മുമ്പേ തുടങ്ങി ഭരണം. Immature brat. ഇരിക്കൂ. ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനൊരു ഓർഡർ. എന്താണത്? മന്ത്രിമാരുടെ പോലീസ് എസ്കോർട്ട് പിൻവലിക്കാനുള്ള തീരുമാനം ഇതല്പം തിടുക്കത്തിലായി പോയില്ലേ സർ? നോ, ക്യാബിനറ്റിൽ തന്നെ ഞാൻ തീരുമാനം പറഞ്ഞിരുന്നാണല്ലോ. ഇപ്പൊ ഓർഡറായി, അത്രയല്ലേ ഉള്ളൂ. എന്നാലും മിസ്റ്റർ വിജയനുണ്ണി, ഈ സംസ്ഥാനത്ത് 1000 ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു പോലീസുകാരൻ പോലും ഇല്ല എന്നാണ് കണക്ക്. അപ്പൊ പിന്നെ ഒരു മന്ത്രി ഓടി നടക്കുന്നിടത്തെല്ലാം 10 പോലീസുകാരും കൂടി ഓടി നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് എസ്കോർട്ട് എന്നല്ല, എക്സ്ട്രാ വെഗൻസ, ദുഷ്ചിലവെന്നാണ്. അല്ല, മറ്റു മിനിസ്റ്റേഴ്സിന്റെ റിയാക്ഷൻ എന്താവുമെന്ന എന്റെ പേടി. എന്തിനു പേടിക്കണം? ആഭ്യന്തര വകുപ്പിലെ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായി ഇങ്ങനെ ചില സ്റ്റെപ്സ് ഉണ്ടാവുമെന്ന് ഞാൻ ക്യാബിനറ്റിൽ തുറന്നു പറഞ്ഞാണല്ലോ. അതൊക്കെ പത്രക്കാരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പുതിയ മന്ത്രി ഉണ്ടാക്കിയ സെൻസേഷൻ ആണെന്ന എല്ലാവരും ധരിച്ചിരിക്കുന്നത്. ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പിന്നെ അത് നടപ്പിലാവണം. എസ്കോർട്ട് ഉപേക്ഷിക്കണമെന്ന് എല്ലാ മന്ത്രിമാരോടും ഞാൻ ഡിഒ ലെറ്ററിലൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിതുവരെ ആരും കാര്യമായി എടുത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ. ഇപ്പം മന്ത്രിമാർക്ക് എസ്കോർട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പോലീസുകാരെയും വാഹനങ്ങളെയും ഉടൻ പിൻവലിച്ചേക്കൂ. എല്ലാ SP മാർക്കും മെസ്സേജ് എത്തണം. സ്റ്റാർട്ട് എക്സിക്യൂട്ടിംഗ് ദ ഡിസിഷൻസ് റൈറ്റ് അവേ. അല്ല സർ, മന്ത്രിമാരാരെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞാൽ SP മാർക്ക് ധിക്കരിക്കാൻ കഴിയില്ല. അതൊക്കെ നമ്മൾ വഴിയെ കാണുന്നു. ഏ? അങ്ങനെ വരുന്നതൊക്കെ വഴിയിൽ വെച്ച് കാണാമെന്ന്